ഹായ് ഗായ്സ്, വെൽക്കം ടു ആരരാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ഷാർജ എക്സ്പോ സെൻറ്ററിലാണ്, ഷാർജ ബുക്ക് ഫെയർ. ദിസ് ഇസ് ദ ലാർജസ്റ്റ് ബുക്ക് ഫെയർ ഇൻ ദ വേൾഡ് ആൻഡ് നൗ വി ആർ അറ്റ് ഷാർജ ബുക്ക് ഫെയർ. Sultan bin Muhammad Al Qasimi was the founder of book fair. 1982. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുവാണ്. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു ഭയങ്കര വലിയ ക്രൗഡാണ്. ഇവിടെ ഓരോരോ കൗണ്ടറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കൗണ്ടർ കണ്ടു. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു കൗണ്ടറാണ് ഗൈസ്. ഇവിടെ നിറച്ച് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവും ലൈവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അകത്തോട്ട് കയറി പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്, ലൈവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിവിടെ നിൽക്കുന്ന കുറച്ച് ക്യാമറ ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു ഹലോവിൻ സെറ്റപ്പാണ്. ഹലോവിൻ കഴിഞ്ഞു പോയില്ല. അപ്പോൾ നമുക്കിനി അത് കാണാൻ രസമുണ്ട് ഗൈസ്. ഇവിടെ ഒരു നിറച്ച് പിള്ളേർ കിഡ്സിൻ്റെ ഏരിയ ആണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇത് സ്റ്റുഡിയോയിലാണത്. ഈ സോഷ്യൽ മീഡിയ സ്റ്റുഡിയോയിലാണ് അവിടെ. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാർ അവിടെ പിക്ചർ എടുക്കുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ സിമ്പിൾസ് ഒക്കെ, ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അറബിക് ബുക്സിലേക്ക് എത്തി. ഇവിടെ ഓരോ അറബിക് ബുക്കും ഓരോ അറബിക് കൺട്രി എന്നുള്ള ബുക്ക്, അതായത് സൗദി അറേബ്യ, കുവൈറ്റ്, UAE. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ അറബിക് ബുക്കൊക്കെ കണ്ടു. ഞങ്ങൾക്ക് അറബിക്ക് ഇങ്ങനെ വലുതായിട്ട് വായിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ഒരുപാട് തുറന്നു നോക്കി. അറബിക് നോവൽസും സ്റ്റോറീസും പിന്നെ മോറൽ സ്റ്റോറീസും അങ്ങനെ ബെഡ് ടൈംസും അങ്ങനെ ഒരുപാടുണ്ട്. ഓരോരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഓരോ ബുക്കൊക്കെ പോയി കണ്ടു. നിറച്ചുണ്ടായിരുന്നു. ഒത്തിരി നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാലിഗ്രാഫി ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ അറബിക് ടെക്സ്റ്റ് ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സും ഉണ്ട്. ഇത് ഓരോ പവലിയനായിട്ടാണ് ഇരിക്കുന്നത്. Here are many different types of nations of Arabic books. Example, Jordan, Kuwait, Saudi Arabia, UAE. അപ്പോൾ നമ്മൾ ഒരുപാട് ബുക്കൊക്കെ അങ്ങനെ നോക്കി. ഒരുപാട് സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ പവലിയനാണ്. അവിടെ നമുക്ക് എല്ലാ ഇന്ത്യൻ ബുക്സും കാണാം. അപ്പം ഞങ്ങൾ നേരെ കയറി ചെന്നു. ആദ്യം തന്നെ എല്ലാ ലാംഗ്വേജുള്ള എൻട്രൻസ് കൗണ്ടറാണ്. ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ട് എല്ലാ ലാംഗ്വേജിൻ്റെ ബുക്ക് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പിന്നെ ഓരോ പബ്ലിഷേഴ്സിൻ്റെ ഓരോ ഇതാണ്. പിന്നെ ഇതാണ് നമ്മുടെ കിഡ്സിൻ്റെ വർക്ക് പ്ലേസ്. ഇവിടെ പിള്ളേർക്ക് കിഡ്സിനൊക്കെ കളിക്കാനും അങ്ങനെ വരയ്ക്കാനും അങ്ങനെയൊക്കെ ഒരു ഏരിയസ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒത്തിരി ടൈം സ്പെൻഡ് ഞങ്ങൾ കണ്ട് തമിഴ് ബുക്സാണ്. ഒരുപാട് തമിഴ് ബുക്സ് ഉണ്ട്. നമുക്കത് വായിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഓരോ ആൾക്കാരുടെ നോവൽസും സ്റ്റോറീസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സിനിമയുടെ ബുക്കൊക്കെ ഉണ്ട്. ഇത് പ്രേമലു സിനിമയുടെ ബുക്കാണ്. ലിച്ചു അതിനെക്കുറിച്ച് കഥയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ മിക്ക സിനിമയുടെ ബുക്കും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം മലയാളമാണത്. അപ്പോൾ നമ്മുടെ മഹാഭാരതം, രാമായണം, അങ്ങനെ മലയാളം സ്റ്റോറീസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ ചില ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറച്ച് മലയാളം ബുക്സൊക്കെ ഉണ്ട്, പഴയ കഥകളും അങ്ങനെയൊക്കെ ഉള്ളതും. അപ്പോൾ ഇത് ഓരോരോ പബ്ലിക്കേഷൻസിൻ്റെ ബുക്സാണ്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഒരുപാട് ബുക്സൊക്കെ നോക്കി. പിന്നെ അവിടെ ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു, ഓതേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓതേഴ്സൊക്കെ വന്നിട്ട് അവരുടെ ബുക്ക് പരിചയപ്പെടുമായിരുന്നു.
ഒരു ഓഥറിനെ കണ്ട് നമുക്ക് ആ ആൻറ്റിമാരുടെ കഥയൊക്കെ പറഞ്ഞ് അതിൻ്റെ ബുക്കൊക്കെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. നല്ല കിഡ്സിനുള്ള ഒരു ബുക്കായിരുന്നു, മലയാളം ബുക്കായിരുന്നു. അതിനെക്കുറിച്ച് കഥയായിരുന്നു ആൻറ്റി പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ലച്ചുൻ്റെ ഇരിക്കുന്ന പച്ച ബുക്കാണ് ആൻറ്റി എഴുതിയ ബുക്ക്. അത് ഒരുപാട് ഓഥറിനൊക്കെ നമ്മളിവിടെ കണ്ടു, ബുക്സും കണ്ടു നിറച്ച്. എന്നിട്ട് ആൻറ്റി നമുക്ക് ഞങ്ങളുടെ പേരിൽ ബുക്ക് എഴുതി തന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മൈ ലിറ്റിൽ പംകിൻസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക് കിഡ്സിൻ്റെ ആൻറ്റി അതിൻ്റെ ഓഥർ ആയിരുന്നു. ആ ബുക്കൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രാമായണത്തിൻ്റെ ഒക്കെ ബുക്ക് കണ്ടു. അതിൻ്റെ സ്റ്റോറി ആണ്. പിന്നെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു, അത് ലച്ചു എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു കൂപ്പൺ എഴുതിയിട്ട് അതിനകത്തിട്ടു. പിന്നെ ഞങ്ങൾ ആ പ്രോഗ്രാം കണ്ടു. ഒരുപാട് പുതിയ ഓഥേഴ്സൊക്കെ വന്നവർ അവരുടെ ബുക്ക് പരിചയപ്പെടുത്തൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നായിരുന്നു, ഓരോ ബുക്കും പിന്നെ ഓഥേഴ്സിനെയൊക്കെ കണ്ടു. ഇവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ഓഥറൊക്കെ വന്നിട്ട് ബുക്കൊക്കെ പരിചയപ്പെടുത്തി. ഗൈസ്, ഇത് ഗൾഫ് സുപ്രഭാതം എന്നൊരു ഇൻ്റർവ്യൂ വരെ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഞങ്ങൾ അതിൻ്റെ ഉത്തരമൊക്കെ പറഞ്ഞിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്മോൾ ഗിഫ്റ്റ്, ഒരു നെല്ലറയുടെ ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ തന്നു. അവർ സ്കൂളിലത്തെ കാര്യങ്ങളും പിന്നെ എവിടെ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ നാട്ടിൽ പോകുന്നുണ്ടോ, വെക്കേഷൻ എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ പറഞ്ഞു ഗൾഫ് സുപ്രഭാതം ചാനൽ പിറ്റേ ദിവസം വരുന്നതായിരിക്കും. ഞങ്ങൾ വെളിയിലോട്ട്, അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് കാലിഗ്രാഫി ചെയ്യുന്ന ഒരാളെ കണ്ടു. ആൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാർക്ക് പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കാലിഗ്രാഫിയിൽ. കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവിടെ നിന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ ആനിമൽ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ വോളിയം ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുകയൊക്കെ ആയിരുന്നു. ഇവിടെ ഷെയ്ക്കിൻ്റെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അറബിക് ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടായിരുന്നു കിഡ്സിന് വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ ആനിമെ കുറേ ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ പോയി വീണ്ടും അവിടെയൊക്കെ ഇങ്ങനെ നോക്കി. ഇവിടെ സ്പൈഡർമാൻ, ഫ്രോസൻ്റെ ഒക്കെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അവിടെ കുറേ ഇങ്ങനെ സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ബുക്സൊക്കെ ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. കൂടുതലും കിഡ്സിൻ്റെ സ്റ്റോറീസ് ആയിരുന്നു അത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ സീ ഓഫ് ഷെയ്ഖ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു അടുത്തായിട്ട്. വേറെ ഒരുപാട് ടൈപ്സ് ഓഫ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒരു പോലീസൊക്കെ നിൽക്കുന്നുണ്ട് ഒരാൾക്കാരെ ഗൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതാണ് ഷാർജ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഏരിയ ആയിരുന്നു. നമ്മൾ ഇനിയും പോകുന്നത് റോബോട്ടിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ഒരു റോബോട്ട് ഉണ്ട്. ആ റോബോട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ തരും. അപ്പോൾ ലച്ചു ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു. വേറെ കുട്ടികളൊക്കെ വേറെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ റോബോട്ടിൻ്റെ പേര് എക്കോ എന്നാണ്. അപ്പോൾ കുറേ കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്തെങ്കിലും ചോദിക്കാൻ ഓർത്തു. അപ്പം ഞാൻ ഓർത്തു തന്നാൽ പിന്നെ ഇന്ത്യൻ ബുക്സ് എവിടെയാണെന്ന് ചോദിക്കാൻ ഓർത്തു. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇന്ത്യൻ ബുക്സ് ഒക്കെ എവിടെയാണ്. അപ്പം ഇങ്ങനെ എന്താണ് ബുക്ക് സ്റ്റോർസ് കിട്ടുക, സ്റ്റേഷനറീസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ട് പറയും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു റോബോട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ആൻസറൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ലാസ്റ്റ് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് വന്നു. ഇവള് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ആദ്യം റോബോട്ടിനൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഒത്തിരി നേരം എന്തൊക്കെയോ ചോദിച്ചോളൂ. പക്ഷെ ആദ്യം റോബോട്ടിനൊന്നും മനസ്സിലായില്ല. പിന്നെ ഒന്നും കൂടെ ഉറക്കത്തിൽ ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ടൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ മനസ്സിലായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞു. നമ്മൾ ചോദിക്കാൻ കറക്റ്റായിട്ട് പറയും. എന്നിട്ട് ഇപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുത്തു ലച്ചുവിന്. അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഏരിയ കവർ ചെയ്തു. ഇനിയിപ്പോൾ വീട്ടിൽ പോകാനുള്ള ടൈമായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും വരണം. ഞങ്ങളെ എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അച്ഛൻ്റെ കൂടെ വന്നതാണ്. ഇതിൻ്റെ ബ്രോഷറൊക്കെ ഞങ്ങൾ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. പിന്നെ കിഡ്സിനൊക്കെ ആണെങ്കിൽ ബുക്കൊക്കെ വാങ്ങിക്കാൻ നല്ലതാണ്. പിന്നെ അവിടെ ഈ വർഷത്തെ ഷാർജ ബുക്ക് ഫെയറിൻ്റെ 2024 ടാഗ് ലൈൻ തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്നാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വന്നിട്ട് ബുക്കൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് വായിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരാസ് വേൾഡിൽ നമ്മൾ ഇനി ഒരുപാട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ്.